അപ്പൊ നിങ്ങൾ എങ്ങനെ മീറ്റ് ചെയ്തത്? ചെറുതാക്കിട്ട് പറഞ്ഞാൽ ചെറുപ്പളശ്ശേരി എന്ന് പറഞ്ഞ അതിമനോഹരമായ ഗ്രാമത്തും ആ ഓട്ടോഷോ കോഴിയായിരുന്നു. രാവിലെ വന്ന് സ്കൂളിന് മുന്നിൽ നിൽക്കും, പിന്നെ വൈകുന്നേരത്ത് കൊണ്ട് നിൽക്കും. കുട്ടികളെ ഡ്രോപ്പ് ചെയ്യല്ലേ? നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, സംസാരം ഭയങ്കര രസമാണ്. അതിലാണോ വീണത്? എത്ര നമ്പർ ഉണ്ടായിരുന്നു ടോട്ടല്? ടോട്ടൽ ആ പേഴ്സിനുള്ള നിറച്ച നമ്പറുകളായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, സ്ത്രീകൾ എന്നും എന്റെ വീക്ക്നെസ് ആയി പോയി. ഓരോ കിളി തിന്നണ്ട അരിമണി ദൈവം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ തിന്നണ്ട അരി ഇതായിരുന്നു. അതിനൊക്കെ ചീത്താക്കാരണ പൊഞ്ചേച്ചി. ആദ്യമൊക്കെ ഞാൻ കരയുന്നു, ഇപ്പൊ ഞാൻ പറയും നിങ്ങൾക്ക് പറഞ്ഞോട് വെച്ചൂടാ. ഇവര് സൗണ്ട് മാറി, അവര് ടോൺ മാറി നമുക്ക് മനസ്സിലാവും പറയണത് കള്ളാണ് സത്യമാണെന്ന്. ഇവർക്ക് പൊട്ടന്മാർക്ക് അത് മനസ്സിലാവും. തളരരുത് രാമൻകുട്ടി, തളരരുത്. പറയട്ടെ, അത് ഓൾവേസ് ടൈം അല്ലേ. സുമ്മയുടെ താഴെ ഒരു സുജിയും കിടക്കുന്നു, സുജിയും ചെറുപ്പശ്ശേരി കിടക്കുന്നു. അപ്പൊ ഞാൻ വെച്ചാൽ തായാട്ടനെ വെറുതെ വിഷയം എന്ന് വെച്ചാൽ വെറുതെ വിളിച്ചതാ. അന്ന് എന്റെ തലയിലായതാ. കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഞങ്ങൾ ആകെ ഞമ്മളെ കണ്ടിട്ട് തോന്നുന്നു വാട്സാപ്പില് DP മാത്രം കണ്ടിരുന്നേ. പക്ഷെ അപ്പക്ക് ഡൗട്ട് ഫോണിൽ കണ്ടിട്ട് ഞാൻ പണ്ടല്ലേ ഞാൻ പറയാം. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്, അതിപ്പോ പറയാൻ കഴിയില്ല. ഇവളെ ആത്മാർത്ഥം ഇഷ്ടപ്പെടുന്ന ഉറപ്പിച്ചിട്ടില്ല. ഇവളെ എങ്ങനെ കാണണ്ട, നമുക്ക് മുഖം നേരെ കണ്ടാലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. വിചാരിച്ചു ഇവളുടെ ഒരു ദേവിയായിട്ട് വരുന്നു. ഞാനാണ് വിളിച്ചത്. അതിലിപ്പോ ഞാൻ എങ്ങനെ മനസ്സിലാക്കുക? ഇവിടെ വരെ വന്നതല്ല, എന്റെ വീട്ടിൽ കയറി പോന്നൊക്കെ പറഞ്ഞു. പറയാ ഞാൻ എന്റെ കൂടെ നിൽക്കുന്ന ചെക്കൻ മുസ്ലിമാണ്. ഓനോട് പേര് വെച്ചപ്പോ ഹിന്ദുവിന്റെ പേര് പറഞ്ഞിട്ട് എല്ലാ പേരെന്ന് വെച്ചാൽ വിജീഷ് ഉമ്മ വീട്ടിലുണ്ട്. ആര് ഒരു പ്രത്യേക ജീവിതം അല്ലേ? അവിടെ കുപ്പി ബീർ കുടിക്കും. ഏട്ടാ ഇവിടെ ഞാൻ പറയുന്ന ഞാൻ വിഷയപ്പെട്ട ബീർ അടിക്കുന്നത്. ഞാൻ അങ്ങനെ സ്റ്റാർട്ടിങ് വച്ച പറഞ്ഞു, നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. നമ്മളെ അച്ഛനില്ലേ കുടി കുടിക്കും, ഇങ്ങനെ നിക്കും, അനങ്ങനില്ല. ഇവിടെ എന്ത് ചർച്ച? അവസ്ഥയുള്ള അച്ഛന്റെ മുടിയാണ്. അല്ല, അപ്പൊ എങ്ങനെയാണ് നിങ്ങളൊന്നും കണ്ടുമുട്ടിയത്? അതിൽ ഇത്ര കാശുകാരി വീട്ടിലെ പെൺകുട്ടി അതൊരു ഭയങ്കര ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി. എന്നാലും ഇപ്പം വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷക്കാരനാണ് എന്നുള്ള രീതിയിലായിരുന്നു. അച്ഛനും അമ്മയൊക്കെ എന്റെ ഇഷ്ടം നിന്നേനെ. പക്ഷെ നമുക്ക് കുറെ ഫാമിലി ബന്ധുക്കൾ എല്ലാ കുടുംബത്തിലും കീടങ്ങൾ ഉണ്ടാവും. ഭയങ്കര സ്റ്റാറ്റസ് നോക്കുന്ന കുറച്ച് ചിലപ്പോ അച്ഛനും നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. അവള് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് അവൾ പൊക്കോട്ടെ, അവൾക്ക് ഇഷ്ടമുള്ളതല്ലേ. പക്ഷെ ആ ഒരു നമ്മൾ നിൽക്കുന്ന ഒരു ഫാമിലി ആരുടെ ബോട്ടിൽ എന്ന് വെച്ചപ്പോ അവർക്ക് മറ്റേ ഇഷ്ടം എന്റെ മൂട് പൊക്കോട്ടെ എന്നങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അവരുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ മീറ്റ് ചെയ്തത്? ചെറുതാക്കിട്ട് പറഞ്ഞാൽ ഞാൻ ചെറുപ്പളശ്ശേരി എന്ന് പറഞ്ഞ അതിമനോഹരമായ ഗ്രാമത്തും ആ ഓട്ടോഷോ ഗ്രാമത്തിലൊരു കോഴിയായിരുന്നു. ഓട്ടോഷോ ഞാനിവിടെ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നു. ഞാന് ഓട്ടോറിക്ഷ ഓടിക്കണോ? ഇതിലേറ്റിട്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ചിലപ്പോ ഞാൻ സിനിമ ഡയലോഗ് അതല്ല അന്ന് സമ്മതിക്കില്ല ചേട്ടാ, സമ്മതിച്ചു കൊടുത്തേ. അപ്പൊ ചിലപ്പോ ആൾക്കാർ വിചാരിക്കും ചിലപ്പോ ചെറുതായിട്ട് കോഴിത്തരക്ക് ഉണ്ടായിരുന്നു, ഇല്ല നമ്മള് പറയണമെന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ മറ്റേ ആൾക്കാർ വിചാരിക്കും ചിലപ്പോ നമ്മള് ഡയലോഗ് പറയാണ്. അങ്ങനെ ശരിക്കും അങ്ങനെയല്ല. ഇവിടെ ചെപ്പച്ചേരി സ്കൂളിൽ പഠിക്കുന്നത്, അതായത് ഇവിടെ പഠിക്കുന്നത്. ഇവിടെ തൃശ്ശൂർ തൃപ്രയാറാണ്. ഞാൻ 2 വർഷം എന്റെ ആന്റിയുടെ വീട്ടിൽ പഠിച്ചത്. ഞാൻ അന്ന് ഓട്ടോറിക്ഷ ഓടിക്കുന്നതുകൊണ്ട് അന്ന് ഞാൻ ഫുൾ ടൈം സ്കൂളിന്റെ മുന്നിലാണ്. അതായത് രാവിലെ വന്ന് സ്കൂളിന് മുന്നിൽ വെക്കും, പിന്നെ വൈകുന്നേരത്ത് വന്ന് നോക്കും. കുട്ടികളെ ഡ്രോപ്പ് ചെയ്യാൻ പണി എടുക്കാൻ രീതിയിൽ നോക്കാൻ. അന്ന് നമ്മൾ ഓട്ടോറിക്ഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഓട്ടോറിക്ഷ നമുക്ക് ഒരു ഡയലോഗ് ഒക്കെ എഴുതി. അന്ന് ഈ കൊല്ലം ഷാഫിയുടെ ഒക്കെ പാട്ടിലെ തരംഗല്ലേ, ആ ഡയലോഗ് ഒക്കെ എഴുതി. അതെ എഴുതി അങ്ങനെ സ്കൂളിൽ അങ്ങനെ ഞാൻ ഒറ്റക്കല്ല, കുറെ ആൾക്കാർ പേര് പറയണല്ലേ ഇപ്പൊ സെറ്റിൽ ആയിട്ടിരിക്കാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും കഴിഞ്ഞു. അപ്പൊ എല്ലാരും അങ്ങനെ ലോലം. പക്ഷെ ഇവിടെ ഞാനന്ന് കണ്ടിട്ടില്ല. അപ്പൊ അന്ന് നമുക്കൊരു സ്വഭാവം ഉണ്ട്, മറ്റേ ഈ ഫോണിൽ നമ്മൾ ഓരോരുത്തരുടെ വർത്താനം പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അതായത് ഫോണിൽ മാത്രം വിളിക്കണത് എനിക്കിങ്ങനെ കറക്കി കുത്തി. സംസാരം ഭയങ്കര രസമാണ്. അതിലാണോ വീണത്? അല്ല, ഞാനിതുപോലെ ഈ ഫേസ്ബുക്കിലില്ലേ അന്ന് ഞാൻ നല്ല ആക്റ്റീവ് ആയിരുന്നു. അതായത് പറഞ്ഞ അത് അക്കൗണ്ട് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. സുജിൻ കൃഷ്ണാസ് എന്നൊക്കെ ആയിരുന്നു പേര്. അപ്പൊ അത് ഞാൻ അങ്ങനെ എഴുതിയിട്ട് ഓരോ ഡെയിലി രാവിലെ ഞാൻ ഓരോ ക്യാപ്ഷൻ എഴുതിയിട്ടായിരുന്നു. അതായത് ഓരോ ഡയലോഗ്. ഒരു എക്സാമ്പിൾ പറയാണെങ്കിൽ കൊറേ മറന്നു. 2G സ്പീഡിൽ എന്താ കൊറേ ഡയലോഗുകളുണ്ട്, ഇപ്പൊ ഓർമ്മല്ല. അന്ന് ഇതുപോലെ അങ്ങനെ എഴുതിയിട്ടായിരുന്നു. പെട്ടെന്ന് ഓർമ്മല്ല, ഞാൻ അവസാനം ഓർമ്മ വെച്ച് പറയാം. അപ്പൊ അങ്ങനെയൊക്കെ എഴുതിയിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോരുത്തർ നല്ലൊരു കമ്പനി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ മാത്രം ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി സത്യം കണ്ടിരുന്നില്ല. എല്ലാരും വിചാരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ കണ്ടിട്ട് അങ്ങനെയല്ല ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞ അങ്ങനെയല്ല. പിന്നെ ഇവള്
ഇവള് ഇവിടുന്ന് പഠിത്തം ഞാൻ 10th കഴിഞ്ഞ് ഇവിടെ പോയി. ഞാൻ അവിടെ എന്റെ നാട്ടിൽ ഞാൻ അവിടെ +1 ചേർന്നു. അപ്പൊ എന്റെ നാട്ടിൽ ഞാൻ ഇരിക്കുമ്പോ മറ്റേ എന്റെ ഒരു കൂട്ടുകാരൻ വന്ന് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, മറ്റേ അവിടെ ഒരു കുട്ടിണ്ട്, നമ്മൾ സംസാരിച്ചപ്പോ മറ്റേ ഒക്കെ ബ്ലോക്ക് ആക്കി വാട്സാപ്പിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ 2 ആൾക്കാർ പറഞ്ഞു, എടാ മറ്റേ എന്താ കുട്ടിയുടെ പേര് നിത എന്നാണ്, തൃശ്ശൂരാണ് വീട്, നമ്പർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോ പറയുമ്പോ നെഗറ്റീവ് ആയിരിക്കും ചിലപ്പോ, അന്ന് ഒരു രസമാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു മറ്റേ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓടിയത് ഇത്രയും ചെക്കന്മാരെ മെസ്സേജ് ബ്ലോക്ക് ആക്കിയപ്പോ നല്ല കുട്ടിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നി. പക്ഷെ അവരെല്ലാരും വാട്സാപ്പിൽ മെസ്സേജ് അയക്കാ ചെയ്തത്. ഞാനത് ഓർമ്മ, ഞാനത് മലയ്ക്ക് നോമ്പ് എടുക്കണതിന്റെ കുറച്ച് ദിവസം മുന്നേണ്. അപ്പൊ ഞാൻ ഇവൾക്കൊരു മെസ്സേജ് ഓട്ടോഗ്രാഫിൽ എന്റെ ക്ലാസ് കൊടുക്കുന്നത് നമ്മള് അന്ന് 10th കഴിഞ്ഞ് പോരുമ്പോ ഓട്ടോഗ്രാഫി നമ്മൾ നമ്പർ ചെയ്തൂലേ, അപ്പൊ അങ്ങനെ നമ്പർ ചെയ്തപ്പോ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഓട്ടോഗ്രാഫിന്ന് അവൻ പോലും അറിയാണ്ട് നമ്പർ എടുത്തോളൂ. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ കുട്ടി തന്നെയാണ് നമ്പർ കിട്ടാൻ വേണ്ടി ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടും. നമ്പർ ഓട്ടോഗ്രാഫ് നോക്കും, മറ്റുള്ളവർ നോക്കും. അന്നൊക്കെ ലാൻഡ് ഫോൺ നമ്പർ ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മള് ചോദിച്ചു വാങ്ങാറ് സമയത്ത് അങ്ങനെ നമ്പർ ഇട്ട് പിന്നെ ഞാൻ അങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു, ഒരു ഹായ് വിട്ടു. അന്ന് നമ്മള് ഫോൺ കേടാ, ഇപ്പോഴാണ് അറിയണത്. പിന്നെ ഞാൻ മലയ്ക്ക് നോമ്പ് എടുക്കാണ്. നോമ്പ് എടുക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഫോണിലുള്ള നമ്പർ ഡിലീറ്റ് ചെയ്തു. അപ്പൊ എന്റെ സേവ് ചെയ്ത് വെച്ച നമ്പറൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് നല്ല സാമിക്കുട്ടിയായി. നല്ലതായി. ഞാൻ എക്സാം ആയതുകൊണ്ട് ഞാൻ എന്റെ വാട്സാപ്പ് അൺഇൻസ്റ്റാൾ പക്ഷെ പിന്നെ ഏട്ടൻ മലയ്ക്ക് പോയി ആ ടൈമിലാണ്. അല്ല ഞാൻ മലയ്ക്ക് മാറിട്ടേ അമ്പലത്തില് വൈകുന്നേരത്ത് ഇരിക്കുക, അതിലേക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു ആരാണ് ചോദിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ ഇൻസ്റ്റാൾ. അപ്പൊ നമുക്ക് അറിയാത്ത നമ്പറത്തിന് മെസ്സേജ് ആവുമ്പോൾ ആദ്യം വന്ന് കിടക്കുക ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ സാധാരണ പോലെ ആരാണ് എന്താന്നൊക്കെ വെച്ചിട്ട് ഞാൻ ആൺകുട്ടി എന്നുള്ള രീതിക്ക് തന്നെ എന്തോ വിളിച്ചൂല്ലേ ബ്രോന്ന് എന്തോ വിളിച്ചു, ഓർമ്മയില്ല. നല്ല രീതിയിൽ സംസാരിച്ചു. അതിൽ ഇവള് ഗേളാണ് പറഞ്ഞു അടുത്തും കേട്ട്. അതൊക്കെ നോക്കി കറക്റ്റ് ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്കറിയില്ല ഇത് ഇവൻ തന്ന നമ്പറിലുള്ള കുട്ടിയാണെന്ന് എനിക്കറിയില്ല. അതില് മറ്റേ അങ്ങനെ മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ വിട്ടു, ഓരോ വിട്ടു. പിന്നെ ഞാൻ ശബരിമലന്ന് വരുമ്പോഴാണ് എനിക്കിങ്ങനെ പറയല്ലേ ഇരിക്കുമ്പോൾ ഓർമ്മ വരാറില്ലേ. അപ്പൊ മല ഇറങ്ങിയിട്ട് വണ്ടിയിൽ നിന്ന് പോരുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്ന് അയച്ച നമ്പറാണെന്ന്. അതിന് പിന്നെ മെസ്സേജ് അയച്ചൂലേ, അതിന് അപ്പക്ക് മനസ്സിലായി എനിക്ക് പിന്നെ മനസ്സിലായി. അതിലെ പിന്നെ മെസ്സേജ് പിന്നെ അതിൽ മെസ്സേജ് അയച്ചു. പിന്നെ നോർമലായിട്ടുള്ള വർത്തമാനം പറഞ്ഞു. പക്ഷെ അതൊന്നും കഴിയുന്നു. അത് നമ്പർ എവിടെ കിട്ടി വെച്ചപ്പോ ഞാൻ ആരുടെ പേര് പറഞ്ഞു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉത്തരം. അപ്പൊ അവള് ഇതുപോലെ ഞങ്ങള് അപ്പൊ ഞങ്ങൾ ജസ്റ്റ് സംസാരിച്ചു. അപ്പൊ ചെപ്പശ്ശേരിയാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ജസ്റ്റ് കമ്പനി ആയി. അപ്പൊ ഞങ്ങളങ്ങനെ അത്ര കമ്പനി ആയപ്പോ ഞങ്ങൾ നിർത്തിയിട്ട് സംസാരം എന്ന് പറയുന്നില്ല. പിന്നെ ഒരു ദിവസം ഉത്തരനെ വിളിച്ചിട്ട് പറഞ്ഞു ആരാ സുജി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആരാ ചോദിച്ചപ്പോ പറഞ്ഞു എല്ലടി എന്നിട്ട് എന്താണ് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു ചോദിച്ചപ്പോ നീയാ നമ്പർ കൊടുത്തതെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ നമ്പർ കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ അവിടെ ആണോ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഈ ഏട്ടൻ മെസ്സേജ് ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് നമ്മൾ സംസാരിച്ച് ഞാൻ അവിടെ നിർത്തി. പക്ഷെ അവരുടെ നിന്റെ നമ്പർ കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഏട്ടൻ അറിയില്ല ഇത്രന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന്. അതെന്തറിയോ നമ്മൾ ഓരോരുത്തർ കറക്കി കുത്തിയൊക്കെ വിളിച്ചിരുന്ന സമയത്ത് വെറുതെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കൊറേ നല്ല കമ്പനികൾ ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ കറക്കി കുത്തി വിളിക്കും, സംസാരിക്കും, അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ വിളിക്കുമ്പോ ചിലപ്പോ അവർ ചോദിക്കും, ചിലപ്പോ ഉദാഹരണത്തിന് ആരുടെ നമ്പർ കിട്ടി. അപ്പൊ നമ്മൾക്ക് കുറെ കുട്ടികൾ പെട്ടെന്ന് എന്റെ നാമം വന്ന പേര് ഉത്തരാന്നാണ്. അതല്ല ഉത്തരേടുത്ത് പറഞ്ഞത്. ഉത്തരേടുത്ത് ഞാൻ സംസാരിക്കുമ്പോ എവിടുന്ന പേര് കിട്ടിയ വെച്ചപ്പോ നമ്പർ കിട്ടി വെച്ചപ്പോ ഞാൻ എടുത്ത നാവിന് ഇതൊക്കെ ഇത് തന്നാണ് പറഞ്ഞു ഞാന് ഒറ്റയടിക്ക്. അത് പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഉത്തരമുള്ള ഫ്രണ്ടാണ് എനിക്കറിയില്ലായിരുന്നു. ഉത്തരയുടെ നമ്പർ എനിക്ക് വേറെ ആളാ തന്നത്, ഇവളെ നമ്പർ എനിക്ക് വേറെ ആളാ തന്നത്. അങ്ങനെ അതായതാണ്. എത്ര നമ്പർ ഉണ്ടായിരുന്നു ടോട്ടല്? ടോട്ടൽ ആ പേഴ്സിനുള്ള നിറച്ച നമ്പറുകൾ. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടത്തിലായപ്പോഴാണ് നമ്പറൊക്കെ ഞാൻ കളയിപ്പിച്ചല്ലോ സ്വയം കളഞ്ഞത്. പിന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നേ, ചേട്ടൻ ഒരു പ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഫോണിലൊരു അവിഹിതം. പാവന്ന് എത്രേ കരഞ്ഞു. അല്ല ഞാൻ സത്യം പറയാം അത് അവൾക്ക് ഫസ്റ്റ് ആണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ നല്ല കുട്ടിയാണ്. അതല്ല അത് പെട്ടെന്ന് അത്ര ഹേർട്ട് ആവാനായിട്ട് ഇതൊക്കെ ഓർത്തിട്ടുണ്ടാവും. അന്നൊക്കെ നമ്മളറിയോ പേഴ്സില് നമ്പറുകൾ ചൂട്ടി അന്നിട്ട് ഇപ്പോഴും നല്ല ഇപ്പൊ ഞാൻ ഇതാക്കല്ലേ ആ സമയത്ത് നമുക്ക് നമ്പർ പേഴ്സിൽ നടക്കും. അപ്പൊ ആരെങ്കിലൊക്കെ കാണുമ്പോ നമ്മള് വെറുതെ ഇങ്ങനെ പൂരപ്പറമ്പിലെ ഇവിടെ ഇങ്ങനെ നോക്കി അങ്ങനെ കാണുമ്പോ നമ്പർ കൊടുക്കുക ആ സമയം. പിന്നെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എന്തൊക്കെ ഉണ്ട്, ഇപ്പൊ ഒരാൾ ഐഡിയ ഇട്ടാൻ വേണ്ടി എന്തൊക്കെ ഐഡിയ ഉണ്ട്. ഇന്ന് ഇതിലും വലിയ ഇതാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത്. ഓക്കെ എനിവേ ഇദ്ദേഹം നമ്പർ എടുത്തിട്ട് മെസ്സേജ് ചെയ്തു. എനിക്ക് ഇനി പൊന്നുചേച്ചിന്റെ അടുത്ത് ചോദിക്കാനുള്ളേ, എല്ലാരും ബ്ലോക്ക് ചെയ്ത പൊന്നുചേച്ചി എന്തുകൊണ്ട് ഈ നമ്പർ ബ്ലോക്ക് ചെയ്തില്ല? നമ്മുടെ
ഓരോ കിളി തിന്നണ്ട അരിമണി ദൈവം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ തിന്നണ്ട അരി ഇതായിരുന്നു. അവള് തെറ്റിപ്പോയി അല്ലെ, ഉത്തരയുടെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ തെറ്റിപ്പോയി. അല്ല അപ്പൊ എനിക്ക് മനസ്സിലായി ആരെ കോഴി എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാനില്ലേ അങ്ങനെ പിന്നെ സംസാരമൊക്കെ നിർത്തിയതായിരുന്നു. പിന്നെ ജനുവരി 1-ാം തീയതി പിന്നെ ജനുവരി 1-ാം തീയതി ആയപ്പോ ഒരു കൊല്ലത്തെ ഗ്യാപ്പ് തോന്നുന്നു, അത്ര ഗ്യാപ്പ് പോകുന്നു. അപ്പൊ ജനുവരി 1-ാം തീയതി ആയപ്പോ അതുപോലെ എന്റെ ഫ്രണ്ട്സ്, ഇവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെ അതുപോലെ വിളിച്ച് പറഞ്ഞു നീ ഇവിടെ നിന്ന് ഞങ്ങളൊക്കെ മറന്ന് ഗ്രൂപ്പിൽ ആക്റ്റീവ് അല്ല, ന്യൂ ഇയർ ആയിട്ട് ഒരു വിഷ് പോലും ഇല്ല, അങ്ങനെ കൊണ്ട് എല്ലാവരും ഇതും പരാതി. അപ്പൊ ഞാൻ വിചാരിച്ചു അന്ന് എല്ലാവരും വിളിച്ചെന്ന് പറഞ്ഞ് ജസ്റ്റ് ന്യൂ ഇയർ വിഷ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഫ്രണ്ട്സിനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോൾ സുമ്മയുടെ താഴെ ഒരു സുജിയും കിടക്കണം, സുജിയും ചെറുപ്പശ്ശേരി കിടക്കണം. അപ്പൊ ഞാൻ വെച്ചാൽ താഴെ വെറുതെ ന്യൂ ഇയർ വിഷ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ വെറുതെ വിളിച്ചതാ. വിളിച്ചു അന്ന് എന്റെ തലയിലായതാ. 1-ാം തീയതി വിളിച്ചു, 7-ാം തീയതി ഞാൻ ഇഷ്ടം പറഞ്ഞു. ഒരാഴ്ചക്കുള്ളില് സെറ്റ്. ചേച്ചി എന്നിട്ട് എത്ര നാളെടുത്ത് എസ് പറയാൻ? അല്ല ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നില്ല കേട്ടോ, കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഞങ്ങൾ ആകെ ഞമ്മളെ കണ്ടെങ്കിൽ തോന്നുന്നു വാട്സാപ്പിൽ DP മാത്രം കണ്ടിരുന്നേനെ, ചെറുതായിട്ടൊരു ഫോട്ടോ അല്ലാണ്ട് ഞങ്ങൾ കണ്ടില്ല. പക്ഷെ അപ്പൊരു ഡൗട്ട്, ഫോണിൽ കൂടെ കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പൊ പറയാം. അപ്പൊ നമ്മൾ ഓരോ നോക്കുമ്പോക്ക് ശരിക്കും ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടാന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ഇവിടെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ഇനി വിടില്ല, ഇവിടെ ഉള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. പക്ഷെ കാണാന്നുള്ള രീതിക്ക് വന്നിച്ചപ്പോ നമ്മള് ഇവിടെ തൃപ്രയാറ് തൃപ്രയാർക്ക് അന്ന് 300 എണ്ണ അടിക്കണം. അപ്പൊ ഇങ്ങനെ ആലോചിക്കല്ലോ ഓട്ടോറിക്ഷ പോയി ഇതാണ് ചെലവാണ് അങ്ങനെ ഉണ്ട്. പിന്നെ ഇവിടെ കാണാൻ തീരുമാനിച്ചു ഞാന്. അതിൽ ഞാനൊരു ഈയോട് വണ്ടി റെന്റ് എടുത്ത് ഞാനൊരു കൂട്ടുകാരനും പോയി. അല്ലല്ലേ ബസ്സിൽ കാണാൻ നമ്മളറിയോ ഇവിടെ ചേർന്നപ്പോൾ അവിടെ എന്തോ ഒരു വർത്തമാനം പറഞ്ഞു തൃശ്ശൂര്. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ പറഞ്ഞില്ല, ഇവിടെ കാണാൻ വരെ കാര്യം അങ്ങോട്ട് തർക്കിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ എപ്പോ വരും ഞാനെന്നൊക്കെ പറഞ്ഞു. അതിന് ഇവിടെ അഡ്രസ് അയച്ചു തന്നിട്ട് ഞാനൊരു കൂട്ടുകാരനും ഇവിടെ രാത്രി അങ്ങനെയല്ല എടുത്തിട്ട് പറഞ്ഞു ഡാൻസ്. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് ഡാൻസ് ആണ് 24-ാം തീയതി ഏട്ടൻ വരണം. അപ്പൊ ഏട്ടൻ പറഞ്ഞു ഫെബ്രുവരി 24-ാം തീയതി. അപ്പൊ ഏട്ടൻ പറഞ്ഞു വരാം എന്ന് പറഞ്ഞു. ഞാൻ ഏട്ടൻ വരുന്ന എക്സ്പെക്ട് ചെയ്തിരിക്കും. നിങ്ങൾ ഇഷ്ടത്തിലാണ്? കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് രാത്രി നോക്കിയപ്പോണ്ട് വരാന്ന് പറഞ്ഞ ആളുടെ അഡ്രസ്സും കാണാനില്ല. അപ്പൊ ഞാൻ വിളിച്ചോക്കിയപ്പോ എനിക്ക് അന്ന് ഡാൻസ് ഉള്ള കാര്യം തന്നെ 30 മറന്നു. അപ്പൊ പിന്നെ അപ്പോഴേക്കും അവിടെ വഴക്കായി. ഞാൻ വഴക്ക് എന്നെ കാണാൻ വന്നില്ല. ഞാൻ അപ്പോഴേക്കും അല്ല ഞാൻ അന്നോളൂ ഞാൻ ശരിക്കും എസ് പറയണത് അല്ലേ? എസ് പറഞ്ഞ അന്നാണ്. അതായത് 7-ാം തീയതി ഇവിടെ ഒരു നോർമൽ ഇതുപോലെ ആയിരുന്നു. പക്ഷെ എല്ലാരും ആ സമയത്ത് പോലെ ലെവലാണ്. പക്ഷെ എനിക്കിവിടെ കാണാതെ ഒരിക്കലും ഉറപ്പിച്ച് പറയില്ല എന്നുള്ള ഇതുണ്ടായിരുന്നു. ഇവിടെ അന്ന് കാണാണ്ട് അവിടേക്ക് പോണ പറയാ. ഞാൻ സ്കൂട്ടിയുമ്പോ ഞാനും വരുമ്പോഴെ രാത്രി വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയി ഞങ്ങളിങ്ങനെ പോയി വണ്ടി എടുത്തിട്ട് ഡിയോമേ ഇതെടുത്തിട്ട് അന്നത്തെ കോമഡിക്കണം. നമ്മള് ബൈക്ക് പോകണ മുഖമൊക്കെ പോണാകെ കാറ്റിനൊക്കെ അറിയില്ല. നമ്മൾ ഇവിടുന്ന് ക്ലിനിക്കിന്റെ ഷാമ്പു ഒക്കെ വാങ്ങി വണ്ടിയിലിട്ടു. എന്നിട്ട് അവിടെ പോയിട്ട് ഇവിടെ സ്റ്റേജ് ഉണ്ട് അവിടെ ഫേസ് വാഷ് വാങ്ങാൻ പൈസ നമ്മളെടുത്ത്. അപ്പൊ നമ്മള് ക്ലിനിക്കിന്റെ ഷാമ്പു ഒക്കെ വാങ്ങി കൈ പിടിച്ചിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ഡിയോന്റെ ഉള്ള കുപ്പികളൊക്കെ മുഖം ഇവിടെ കാണാൻ പോണേ. എനിക്ക് കുറച്ച് നല്ല മടി ഉണ്ടായിരുന്നു. ഇവിടെ എങ്ങനെ കാണണ്ട, നമുക്ക് മുഖം നേരെ കണ്ടാലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ വിചാരിച്ചു. അന്നുള്ള അതിൽ കാണുക. ഇവിടെ പ്രോഗ്രാം കഴിഞ്ഞ അവിടെ പോയി നിന്നു. ഇവിടെ ഇപ്പൊ വരച്ചിട്ട് ഇവളുടെ ഒരു ദേവിയായിട്ട് വരുന്നു. വടിയും ശൂലവും മുഖത്തൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഇന്റെ കൂടെ ചെക്കണ്ട്. ഞാനാണ് വിളിച്ചത്. അതിനിപ്പോ ഞാൻ എങ്ങനെ മനസ്സിലാക്കുക? ഇത് എങ്ങനെയാണ് ഇപ്പൊ അറിയണില്ലല്ലോ. അതിൽ ഇവള് വന്നു. അവള് വന്നു കേട്ടാ നീതാ ഇതിപ്പോ അറിയുന്നില്ലോ ഇത് എങ്ങനെ ഇത്ര എണ്ണ അടിച്ച് വരും ചെയ്തു, കാണണില്ല. അപ്പൊ പിന്നെ ഇവിടെ വരെ വന്നതല്ലേ എന്റെ വീട്ടിൽ കയറി പോന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അമ്മയുടെ പറഞ്ഞ എന്റെ ഫ്രണ്ട് വരുന്നതാണ്. അപ്പൊ അവര് പറഞ്ഞു അയ്യോ പിള്ളേർ ഇത്ര ദൂരം വന്നതല്ല അവർക്ക് അറിയില്ലല്ലോ ഇതപ്പോ അന്ന് വെള്ളം കൊടുത്തിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കാണുമ്പോ അവിടെ നല്ല ചൂടാവുണ്ടാവും. എന്റെ ആന്റിയും അമ്മാമ്മയും അമ്മയൊക്കെ പറഞ്ഞു പിള്ളേര് വെള്ളം കൊടുത്തിട്ട് പോയിട്ട് ഇവരെ കൊണ്ട് വീട്ടിൽ ഞങ്ങൾ അതില്ലായിരുന്നു. അപ്പൊ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു അവിടെ വരെ വന്നല്ലേ എന്നാലും വീട്ടിൽ കണ്ടിട്ട് പോവാന്നൊക്കെ പറഞ്ഞു. അതിൽ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോൾ ഇവിടെ ഈ മേക്കപ്പ് ഊരണില്ല. എനിക്കാണെങ്കിൽ ഇത് എങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, മേക്കപ്പ് ഊരാൻ പറയാൻ പറ്റില്ലല്ലോ. മണിക്കൂറിന്റെ പണിയില്ലേ ദൂരെടുക്കണമെങ്കിൽ. അപ്പൊ ഞാനും ഒന്നുപാടെ ഇങ്ങനെ ഇരുന്നു. അവർ ഇവിടെ അമ്മ മറ്റേ കടല മുട്ടായി ചിപ്സ് മിച്ചറൊക്കെ കൊണ്ടുവന്ന് വെച്ചു. എനിക്ക് തിന്നാൻ പേടിയാവുക. കാരണം ഇതൊക്കെ ടെൻഷനായി. കാരണം നമ്മള് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ വീട്ടിൽ രാത്രി 12 മണി കണ്ടൂല്ലേ, 12 മണിക്കാണ് വീട്ടിൽ കയറി ചെന്നത്. ഇവിടെ അമ്മ ചോദിക്കുന്നുണ്ട് എന്റെ പേര്. ഞാൻ എന്റെ പേരെന്ന് അർജുൻ എന്നല്ലേ പറഞ്ഞു. കള്ളപ്പേരും അതില് കോമഡി എന്നറിയോ, എന്റെ കൂടെ ഇരിക്കുന്ന ചെക്കൻ മുസ്ലിമാണ്.
ഓനോട് പേര് വെച്ചപ്പോ ഹിന്ദുവിന്റെ പേര് പറഞ്ഞിട്ട് അല്ലേ, ഹിന്ദുവിന്റെ പേര് പറഞ്ഞു ഓന്. പേര് എനിക്ക് ഓർമ്മയില്ല. പേര് വെച്ചാൽ വിജീഷ്. ഉമ്മ വീട്ടിലുണ്ട്. ആര് എന്റെ കിളി മാറി. കാരണം നമ്മള് ഇവളെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് രാത്രിയില്ലേ ഇവരോട് പറയണ്ട് പേര് വിജീഷ് ഉമ്മ എനിക്കടി അപ്പൊ കുറച്ചുകൂടെ കപ്പലിട്ടു ഇരിക്കണ പ്ലേറ്റ് ഇത് തിന്നവന്. ആ ചേട്ടൻ അതിനെ പറഞ്ഞു പോവാ പറയണ. എനിക്ക് പേടിയിട്ട് ഇവൻ ചിപ്സും കടലമുട്ട തിന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ അപ്പോഴേക്ക് ഇവിടെ കാണുന്നില്ലല്ലോ, ഞാൻ അറിയില്ലല്ലോ, നമുക്ക് ഫോണുകളിൽ സംസാരിച്ചിട്ടുള്ളൂ. അതില് മറ്റേ അവിടെ നിന്ന് ഇറങ്ങി പോരുന്ന സമയത്താണ് ഇപ്പോൾ ശരിക്കും എന്നെ ഇഷ്ടമാണ് പറയുന്നത്. അപ്പോഴേക്ക് ഡൗട്ട്. അപ്പോഴും ഞാൻ ഉറപ്പിക്കുന്നില്ല, കാരണം കണ്ടിട്ടില്ലല്ലോ. ദേവിയുടെ വേഷത്തിൽ വന്നിട്ടാണ് ഇഷ്ടമാണ് പറഞ്ഞത്. അല്ലല്ല, അത് വിളിച്ചിട്ട് അത് തിരിച്ചു പോരുന്ന ഇവള് പറഞ്ഞു അങ്ങനെ ഇഷ്ടാന്നൊക്കെ പറഞ്ഞു. അതില് അത് കഴിഞ്ഞിട്ട് പോരാൻ സമയത്ത് പക്ഷെ അപ്പോഴും എനിക്ക് ഇവരും ഡൗട്ട്, ഓളിപ്പോ എങ്ങനെയാണ് എന്നൊക്കെ അറിയാം. അത് ഞാൻ ഇവിടെ ദിവസം പറഞ്ഞു നമുക്ക് ഒരു ദിവസം കാണാം. ഇവിടെ വെച്ച് തൃപ്രയാറിൽ നിന്ന് ചെർപ്പളശ്ശേരിക്ക് ബസ്സിലെ വരുന്നു പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാൻ വരാറു ഞാന്. അപ്പൊ ഞങ്ങൾ 2 കൂട്ടുകാരന്മാരൊക്കെ പാടെ ഇവിടെ ഞാൻ പറഞ്ഞു എന്നാ ഈ വായോ ഞാൻ വണ്ടി എടുത്ത് വരാറുന്നു. ഞാൻ കാർ എടുത്ത് പോയിട്ട് ഞാനത് നീല വണ്ടിയിലാ പോണേ. ഞാൻ പിന്നെ പുള്ളിയെടുത്ത് പറഞ്ഞു നീല വണ്ടി ഇതുപോലത്തെ എനിക്ക് നീല വണ്ടി അല്ല എനിക്ക് ഓർമ്മ നീല വണ്ടി. കാരണം ഞാൻ പഠിച്ച വണ്ടി ഓർമ്മ. അതില് ആ വണ്ടിയുടെ ഞാൻ പോയി. ഇവിടെ എന്നിട്ട് പറഞ്ഞു ഞാനൊരു വെള്ള വണ്ടിയിലാണ് SBI ബാങ്കിന്റെ മുന്നേ പറയട്ടെ, ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞില്ല. അതില് മറ്റേ വെള്ള വണ്ടിയിലാണ് SBI ബാങ്കിന് അവിടെ ഉണ്ടാവും. കാരണം ഇവിടെ നടന്നു വരും ദൂരം കാണാനിക്ക്. ഞാൻ മാറി നിൽക്കുന്നുണ്ട്, കാരണം ഇവിടെ നടന്നു വരും കാണാനിക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയ്ക്ക് ഇതിർക്ക് കാരണം ഞാൻ ആദ്യം പെൺകുട്ടിനെ കാണാൻ പോണത്. അതായത് ഞാൻ ഫോണിൽ കൂടെ വിളിച്ച് സംസാരിക്കുന്ന മെസ്സേജ് അയക്കുന്നെങ്കിലും നേരിട്ട് കാണാൻ പോണത് നെക്സ്റ്റ് സ്റ്റെപ്പ് അത് ആദ്യമായിട്ടാണ് ഞാൻ ഒരാളെ കാണാൻ പോണത്. അപ്പൊ ഞാൻ ദൂരം തന്നെ നോക്കി മറ്റേ അവളപ്പോ ഒരു കറുപ്പ് ഡ്രസ് അല്ലേ, കറുപ്പ് ചുരിദാറൊക്കെ ഇടുന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല കുട്ടിയാണ്, കുഴപ്പമില്ല. അപ്പൊ ഞാൻ പോയി വണ്ടി കയറ്റി. പിന്നെ നേരെ ഞാൻ ചെപ്പശ്ശേരി കൊണ്ടു. ഞങ്ങളപ്പോ അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് കുറെ നേരം വർത്തമാനം പറയല്ലേ, കുറെ നേരം വർത്തമാനം പറഞ്ഞു. അവളെ ചെപ്പശ്ശേരി കൊണ്ടുവന്നിട്ട് ഞാൻ ഇറക്കി. എന്നിട്ട് എന്റെ ഓട്ടോറിക്ഷയിൽ ഞാൻ ഷീജാറ്റി കണ്ടാവും. എന്നിട്ട് ഞാൻ ആന്റിന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടിട്ട് എന്റെ ഓട്ടോറിക്ഷയിൽ ഇറക്കി. ആന്റിന്റെ വിചാരം ഉണ്ടായിരിക്കും എല്ലാന്ന് വിളിച്ചു. അന്ന് ആന്റി കാരണം അന്ന് അപ്പൊ ആന്റി വീട് മാറിയൊക്കെ ടൈമായിരുന്നു. അപ്പൊ എനിക്ക് വീട് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട്, ആന്റി വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ നേരെ ആയിട്ട് ഫോൺ കൊടുത്തു. എനിക്കറിയില്ല, ഞാൻ ഓട്ടോ ഡ്രൈവറല്ലേ. പിന്നോട് കൊണ്ട് ഇറക്കി. അന്ന് ഞാൻ ഉറപ്പിച്ചു ഇവിടെ ഇന്ത്യയിൽ നിന്ന്. പിന്നെ കൊടുത്തിട്ടില്ല. പിന്നെ ഇഷ്ടപ്പെട്ടു. സൗന്ദര്യം ഉണ്ട്, സ്വഭാവമാണ്. ഞാൻ തമാശ അങ്ങനെ അന്ന് ഇതായതാണ്. പിന്നെ ഇതുവരെ വിട്ടിട്ടില്ല. ചേച്ചി എപ്പോഴാ ഉറപ്പിച്ചത് ഓക്കെ ഇത് മതി? 24-ാം തീയതി ഞാനൊന്നും ഉറപ്പിച്ചിട്ടില്ല. അല്ല ഞാൻ അന്നാ ശരിക്കും എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഞാൻ ഉറപ്പിച്ചിട്ടില്ല. ഞാൻ തന്നെ ഇഷ്ടപ്പെട്ട ഞാൻ നടന്നു വരുമ്പോ വല്ല പ്രശ്നം ഞാൻ വണ്ടിട്ട് പോയേ. ഓക്കെ, അപ്പം പൊന്നു ചേച്ചി എപ്പോഴാണ് ഉറപ്പിച്ചത് ദിസ് ഇസ് മൈ മാൻ എന്നുള്ള രീതിയിൽ? ഞാനില്ലേ നമ്മൾ സംസാരിക്കുമ്പം ആട്ടാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടിക്കുക വലിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പൊ തന്നെ എനിക്കൊരു ഇഷ്ടമാണ്. കാരണം എനിക്ക് ചില ആൾക്കാർ വിശ്വാസമല്ല. ആൾക്കാർ ചിലപ്പോൾ ഞാൻ കുടിക്കും വലിക്കുക ചെയ്യുന്ന, പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെക്കാറുണ്ട്. പക്ഷെ അല്ലാണ്ട് ഞാൻ അങ്ങനെ തോന്നില്ല. ഞാൻ പാക്കും കൂടെ തിന്നില്ല സത്യം ആണ്. അപ്പൊ എനിക്കൊന്ന് ഇവള് കുടിക്കും വൈനൊക്കെ, ഞാൻ കുടിക്കില്ല. അത് ഞാൻ പ്രഗ്നന്റ് ആയപ്പോ ഏട്ടത്തിന് എനിക്ക് വൈൻ കൊണ്ടുവന്നത് കുടിക്കാൻ. അവിടെ കുപ്പി ബീർ കുടിക്കും. ചേട്ടൻ നോക്കിയിരിക്കും, ഭാര്യ കുടിക്കും. ഏട്ടാ ഇവിടെ ഞാൻ പറയുന്ന ഞാൻ വിഷയം ബീർ അടിക്കുന്നത്. ഇപ്പൊ ആൾക്കാർ കമന്റ് ചെയ്യും അവളൊരു യൂട്യൂബർ ആയപ്പോ അടി തുടങ്ങിയത്. അല്ല ഞാൻ എന്റെ വിഷ്ണു കമ്പനി കൊടുക്കണം. വിഷ്ണു കമ്പനി ഞങ്ങൾ മര്യാദകളൊക്കെ ചില്ല് വൈബാണ്. പിന്നെ ഫോൺ കുടിക്കും, ശാസ്ത്രം നല്ല കുടിക്കും. അല്ല പൊഞ്ചേച്ചി നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് കൂടാ. ഏട്ടനൊന്നും അറിയില്ല, ഒരു ചില്ലിങ് അറിയില്ല. എനിക്ക് എന്റെ ഏറ്റവും കൂടുതൽ ലഹരി എന്ന് പറഞ്ഞാൽ രാത്രി. അല്ല ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വച്ച പറഞ്ഞു നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം എന്താ അറിയോ ബ്രാൻഡിന് കുടിക്കുള്ളൂ. സിപ്പിടുത്ത കുടിക്കുക. ഈ ഉദാഹരണം എന്റെ ഒരു മാമുണ്ട്, പേര് പറയില്ല. ഞാനൊരു മാമനും പാടെ ഫസ്റ്റ് ടൈം അതല്ല ഒരു 2ാമത്തെ 3ാമത്തെ തവണ ഇവിടെ വീട്ടിലേക്ക് പോയിന്നാണ്. മറ്റേ എന്ത്
നമ്മളൊരു ആദ്യം ഒത്തുതീർപ്പും കാര്യം അങ്ങനെ കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിലേക്ക് ഞാൻ എന്റെ മാമൻ കല്യാണം കഴിഞ്ഞിട്ടോ കുട്ടിയായിട്ട് ഞാന് ഇവള് അമ്മ എന്റെ ഒരു മാമനൊക്കെ ആ ചേച്ചിക്ക് ഇവിടെ വീട്ടിൽ പോയിട്ടാണ്. അതിൽ ഇവിടെ അച്ഛനെ ഒക്കെ ബ്രാൻഡ് സാധനം അടിക്കുള്ളൂ. അതായത് സിപ്പ് തന്നെ അടിക്കുള്ളൂ. ക്ലാസ്സിൽ വെച്ചാൽ തുള്ളി വെച്ച് വരാൻ മണിക്കൂർ അടിക്കുള്ളൂ. എന്റെ മാമനൊക്കെ ഒറ്റ വലിയാണ്. അതില് രണ്ടെണ്ണം അടിക്കില്ല വെച്ചു. അച്ഛനുണ്ട്, പിന്നെ എന്റെ വേറെ മാമാരുണ്ട്. ഇവര് 4 ആളുമ്പാട് ഇരുന്നിട്ട് അടിക്കണേ. ഇവര് 3 ആളും സിപ്പ് അടിച്ചിട്ട് അടിക്കണുള്ളൂ. എന്റെ കൂടെ വന്ന മാമന് സാധാരണ ഓട്ടോസ് അടിക്കലേ, രണ്ടിടത്തും കളത്തിൽ അവിടെ വാളിച്ചു. കോംപ്രമൈസ് ആക്കാൻ ചെന്ന വീട്ടില് വാളിച്ചിട്ട് സത്യം അത് ചിരിച്ചു മാമല്ലേ പിടിച്ചു അത്രേ എന്റെ തറവാട്ടിലെ വാള് വെച്ചു. അത് പിടിച്ചു. അവിടെ നിന്ന് വാള് വെക്കല പിടിച്ചു. അപ്പുറത്തെ ഇവിടെ തറവാടുണ്ട്, അവിടെ വിടണം. ഞാൻ പറയും പോയി കോർണം എന്നാ തെങ്ങിന്റെ പോയിരിക്കുന്നു. അപ്പൊ എന്താ ചോദിച്ചു, ഞാൻ വാള് വെക്കാൻ. കാരണം ആ ഒറ്റയടിക്ക് കുടിച്ചു. വിളക്ക് നല്ല കുടിക്കും. ഞാൻ പറയാം എല്ലാം പറയും. എനിക്ക് കുറച്ച് പറയാനുണ്ട്. വീട്ടിലേക്ക് വരും, കുട്ടികൾക്കുള്ള മുട്ടായി കവറൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പഴത്തെ തൊള്ളി കുപ്പിയാവും. ഇവിടെ കമ്പനി കൊടുക്കാൻ എല്ലാവരും ഇവിടെ ചേട്ടൻ കുടിക്കില്ലല്ലോ. ഇവിടെ അല്ലല്ല മാമാരുണ്ടല്ലോ, പച്ച വന്നാലും മാമാരൊക്കെ വരും. അപ്പൊ എല്ലാവരും കൊണ്ട് കമ്പനി അടിച്ച് കുടിക്കും. വീട്ടുകാരൊക്കെ കാണുമ്പോ പക്ഷെ അങ്ങനെ കുടിച്ച് അവിടെ പോയി ഉള്ളു. അങ്ങനെയല്ല, ബ്രാൻഡഡ് സാധനങ്ങൾ നോർമലായിട്ട് അങ്ങനെ കുടിച്ചു നടക്കുന്ന മാത്രം. അവള് പിന്നെ എപ്പോഴും കുടിക്കില്ല, ആഴ്ചയിൽ 7 ദിവസം മഴയുള്ളപ്പോഴും മഴയില്ലാത്ത പോയിക്കണത്. അല്ല അച്ഛന് അവിടെ പറയുമ്പോ വർക്ക് അച്ഛാകെ ഒരു മാസം, വർഷത്തിൽ 1 മാസമാണ് നാട്ടിലേക്ക് വരാം. അവിടെ വെച്ചാൽ അവർക്ക് വെള്ളിയാഴ്ചകൾ മാത്രമാണ് അവർക്ക് കുടിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ സമയത്തും കുടിക്കാൻ പറ്റും. ഇവിടെ വരുമ്പോ കൊല്ലത്തിൽ 12 മാസം കുടിക്കും, അതാണ് സത്യം. അല്ലാണ്ട് ഉള്ള പരിപാടി ഒന്നുമില്ല. ഇവിടെ എന്ത് ചർച്ച, അവസ്ഥയുള്ള അച്ഛന്റെ മുടിയാണ്. ഇത് കണ്ടു എന്റെ അച്ഛൻ കുടി നിർത്തട്ടെ, എന്റെ മകളിനെ അപമാനിച്ചു പറഞ്ഞിട്ട്. മകളല്ല മരുമകൻ. അച്ഛന് നല്ല കാര്യം. ശരി. അപ്പൊ ഇപ്പൊ ആഫ്റ്റർ ബീയിങ് എ പേരന്റ് നിങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ, വീട്ടുകാരെ വേദനിപ്പിച്ചിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടോ? നല്ലോണം തോന്നുന്നു. ഇപ്പൊ ഏട്ടന്റെ തോന്നുന്നുണ്ട്. അപ്പൊ അമ്മയ്ക്കായാലും, അമ്മയ്ക്കൊരു മകനാണ്, ഒരു മകളാണ്. അപ്പൊ മകന്റെ കല്യാണം എങ്ങനെ ഉണ്ടാവും, അമ്മയ്ക്ക് അമ്മയുടെ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ ഒറ്റ മകളാണ്. അപ്പൊ എന്റെ അച്ഛനും അമ്മയ്ക്ക് എന്റെ കല്യാണം എങ്ങനെയായിരിക്കും. കല്യാണം കടം കൊണ്ട് അയ്യറിയോ. അമ്മക്ക് ക്യാൻസർ, ഞാൻ താമസിക്കുന്ന പട്ടപ്പരയില് കറണ്ട് ഇല്ല, പെങ്ങള് പഠിക്കണു, എനിക്ക് സ്വന്തമായിട്ടൊരു പണിയില്ല, ആര് കൊണ്ടുവരാനാണ്? പക്ഷെ എന്നല്ല എല്ലാ പാരന്റ്സും ഉണ്ടാക്കില്ല. എത്ര ഒരു പട്ടപ്പരയാണെന്ന് പറഞ്ഞാൽ പാരന്റ്സിന് ആഗ്രഹം ഉണ്ടായിരിക്കില്ല. ഇപ്പൊ ചേച്ചി 10 പട്ടപ്പരയായിരുന്നു, ചേച്ചിയുടെ കല്യാണം കുറിച്ച് അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നല്ലത്. അപ്പൊ അതുപോലെ തന്നെ എന്റെ പെങ്ങൾക്ക് ഇതുപോലെ ഒരു ഗ്രാമം പോലും കൂടി കൊടുക്കും. അത് വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇതിന്റെ ഉത്തരം പറയാം. അമ്മയ്ക്ക് അങ്ങനല്ലോ മറ്റേ ഒരിക്കലും പെങ്ങൾക്ക് എത്ര പവർ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതപ്പോ ചോദ്യം ഞാൻ ആ 10 ചോദ്യം ഒറ്റടിക്ക് കൊടുത്തു. പിന്നെ ചോദിക്കേണ്ടി വന്നില്ല. അല്ല അപ്പൊ എല്ലാ പാരന്റ്സിനും ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ. പക്ഷെ ഇപ്പൊ നമുക്ക് നമ്മുടെ മോളായാലും കിടുബേബി ആയാലും നമുക്ക് അവരെ പറ്റിയുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ചിലപ്പോ അവരതുപോലെ ഒന്നും ആയിരിക്കും, അവരുടെ ആഗ്രഹങ്ങൾ വേറെ ആയിരിക്കാം. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ തോന്നാറുണ്ട് നമ്മൾ അവരുടെ ഇഷ്ടം നോക്കണമായിരുന്നു. എന്റെ അമ്മയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മറ്റേ പെങ്ങളെ നന്നായിട്ട് തന്നെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളത്. കാരണം അതിന്റെ ഒരു മാമനുണ്ട്, അതിന്റെ മുന്നേ പാട്ടുണ്ട്. അപ്പൊ മാമൻ ഇതുപോലെ വന്നിട്ട് ഒരു പവനെങ്കിലും കൊടുക്കാൻ അവൾക്ക് വേണ്ടേന്ന് പറഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കൊടുത്തു. പിന്നെ 10-35 പവൻ കൊടുത്തു. കല്യാണം നമ്മള് നല്ല രീതിക്ക് തന്നെയായിരുന്നു. അതിന്റെ നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അത് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം വെച്ചിട്ട്. അതെ സത്യം. സൂപ്പർ. കാരണം ഇപ്പൊ ചേച്ചിയും ഇഷ്ടമാണ് ലവ് മാരേജിന്. അപ്പൊ ഞാനും ഏട്ടനും കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെയാണ് നമ്മള് അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു ഫീലിങ്സിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഞാൻ ചേച്ചിനോട് എപ്പോഴും പറയുന്നത്, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ചേച്ചി ഇറങ്ങി പോകരുത്, ഞങ്ങള് കാണിച്ചു പോലെ പാവാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഞാൻ മാത്രമേ അനുസരിക്കുള്ളൂ. ഓ, നിങ്ങൾ മറ്റേ ആനന്ദളിയൻ ആ സീനാണോ? കാര്യം പറഞ്ഞ പിന്നെ ഞാനത്
പിന്നെ പക്ഷെ അതിന്റെ അപ്പുറത്ത് പറഞ്ഞാൽ അളിയ ഒരിക്കലും അങ്ങനെ വിളിച്ചൊന്നും പറയൂല. ആ. അപ്പൊ ഞാനിവിടെ ഒരു നല്ല കമ്പനിയാണ് അങ്ങനെ. അവിടെ പെങ്ങളുടെ ബർത്ത്ഡേക്ക് പോലും പോവില്ല, അളിയന്റെ ബർത്ത്ഡേക്ക് തലേ ദിവസം തന്നെ സർപ്രൈസിന് പോയിരിക്കും. ഇത് മറ്റേ ശരിക്കും ആ സിനിമ പറഞ്ഞിട്ടില്ല നമ്മൾ അത് അതിന്റെ വീഡിയോസ് യൂട്യൂബിൽ തന്നെ ഇപ്പൊ കുറച്ച് സമയം ഞാനാണ് തല്ലോട്ടുള്ളൂ. നിങ്ങൾ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ഒന്നും അപ്പൊ അളിയുടെ വാങ്ങിക്കൊടുക്കില്ല. ബർത്ത്ഡേ പറയും ഞാൻ ഇപ്പൊ തന്നെ അത് എന്ത് വാങ്ങിക്കൊടുക്കുന്ന ചിന്തയാണ്. മൈ ഗോഡ്. അതിന് മുന്നേ കുറെ ബർത്ത്ഡേ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഐഫോണിന്റെ എന്താ ലാപ്പ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, ആ മാക്ബുക്ക്, ഫോണ്, ആപ്പിൾ വാച്ച്, മറ്റേ എയർപോർട്ടുകള്. ഇനി അളിയന് ബൈക്ക് വാങ്ങിക്കൊടുക്കണം എന്നുള്ള ആഗ്രഹം എങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളുടെ പെങ്ങൾക്ക് എന്താ വാങ്ങിക്കൊടുത്ത ബർത്ത്ഡേക്ക്? പെങ്ങളാണ് എനിക്ക്. പക്ഷെ മറ്റേ പ്രേമിക്കണ സമയത്ത് അറിയാലോ ഏതൊരു പെങ്ങന്മാരും ഇഷ്ടപ്പെടുമ്പോ നമുക്ക് ആ ചെക്കന് ഇഷ്ടം ഉണ്ടായിരിക്കില്ല. ചേട്ടൻ അങ്ങനെയായിരുന്നാ? ആ ഏട്ടൻ അങ്ങനെയായിരുന്നു. അപ്പൊ ഇവിടെ പ്രേമിക്കാം. കല്യാണത്തിന് മുൻപ് ഒരു ഏട്ടൻ വീട്ടിലേക്ക് വന്നു. ഏട്ടാ റൂമിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല ഏട്ടൻ. എനിക്ക് ഭയങ്കര കടിപ്പാറോ, കാരണം ദേഷ്യമായിരുന്നു. ഞാൻ അളിയാന്ന് വിളിച്ചിരുന്നില്ല. ഞാൻ അളിയനെ വിളിക്കണത് അത് ഇപ്പോഴും യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് റിസപ്ഷന്റെ അന്നാണ് ഞാൻ എന്റെ അളിയാന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഞാൻ അളിയനെ നല്ല ഇഷ്ടം. ഇപ്പൊ അവര് പ്രണയത്തിലാണ്. അടിപൊളി. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് കപ്പിൾസിന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഞാൻ ചിരിച്ചിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഇറ്റ്സ് വിത്ത് ദിസ് കപ്പിൾ. താങ്ക് യു. എനിക്ക് അറിയില്ല ഇനി കരയേണ്ടി വരൂ. അതേമാതിരി ഞാൻ ചിരിച്ചു. അപ്പൊ എന്റെ ഫേവറേറ്റ് കപ്പിളിനെ ഞാൻ ഇനി കൊണ്ടുപോകുന്നത് ഒരു കപ്പിൾ റൗണ്ടിലേക്കാണ്. റെഡി? എന്താ ചേട്ടാ ഉത്തരം പറയണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പോയിന്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി ആർക്കാണ് എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ രണ്ടുപേരിലും ആർക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം? കൈ ചൂണ്ടില്ലേ? ഒരുമിച്ച് ചൂണ്ടല്ലേ? പൊഞ്ചേച്ചി ചൂണ്ടിട്ട് ചൂടാൻ പാടില്ല. ഇനി ആരാണ് ഒരു വഴക്കിന് ശേഷം പെട്ടെന്ന് വന്നിട്ട് കോംപ്രമൈസ് ചെയ്യുന്നത്? മോസ്റ്റ് റൊമാൻറ്റിക് പേഴ്സൺ? അയ്യോ അങ്ങനെയൊന്നുമില്ല. പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് റൊമാൻസ് ഇല്ലേ? ഇപ്പൊ റൊമാൻസ് ഒന്നും ഇപ്പൊ ഞാൻ എന്റെ കുട്ടികളോട് ഇങ്ങനെ നടക്കും. അല്ല ഇല്ലാന്നല്ല, പക്ഷെ റൊമാൻസ് അങ്ങനെ ഒന്നും ഇല്ല. ഞങ്ങൾ പ്രേമിക്കുമ്പോൾ അങ്ങനെ വലിയ ഓവർ റൊമാൻസ് ഒന്നും അതിനോട് ഭയങ്കര എനിക്കിപ്പോൾ ഇവൾക്ക് എന്താ വാങ്ങിക്കൊടുക്കണമെന്ന് അറിയില്ല. കടയിക്കോ കൊണ്ടോ വായിക്കോ ഇപ്പൊ ഞങ്ങളില്ലേ പ്രേമിക്കുമ്പോഴല്ലേ ഏട്ടൻ ഇപ്പൊ എന്നാ കൊണ്ടുപോയി ഞങ്ങള് പുറത്ത് കറങ്ങാൻ വേണ്ടിട്ട് കാറിട്ട് ഏട്ടയുടെ പാട്ട് എന്നറിയോ? മറ്റേ സൊടക്ക് മേലെ സൊടക്ക് മേലെ സൊടക്ക് പോടും ഈ പാട്ടൊക്കെ ആട്ടുണ്ട്. കുട്ടികൾക്ക് തിന്നാൻ വാങ്ങിട്ട് വാ. ഇക്കറിയില്ല എന്താ വാങ്ങണ്ടെന്നാണ് ചോദിക്കും ഞാൻ. അതെന്താന്ന് പറയണം. കിൻഡർ ജോയ് വാങ്ങാ, അത് പറയണം. അറിയില്ല. അപ്പൊ പച്ചക്കറി വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ലൊക്കാണ് വാങ്ങിക്കുമല്ലോ. അപ്പൊ പക്ഷേ അമ്മ അപ്പം ചൂടാവും, നല്ലതും കേടന്നും ഒക്കെ വാങ്ങിട്ട് വരുന്ന. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല, എന്താണെന്ന് അറിയില്ല. ഓക്കെ, നിങ്ങളിലെ ഏറ്റവും കൃത്യനിഷ്ഠത ഉള്ളത് ആർക്കാണ്? അത് ഞാൻ തന്നെ ആയിരിക്കും. അല്ല എനിക്ക് എവിടേക്കൊക്കെ ഇറങ്ങാൻ വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് എങ്ങനെ ഡ്രസ്സ് മാറ്റി ഇറങ്ങി നമുക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ആണല്ലേ? ഒരു സാധനം വെച്ചാൽ അത് അവിടെ ഉണ്ടായിരിക്കണം. അതിനൊക്കെ ചീത്താക്കാറുണ്ട് പൊഞ്ചേച്ചി. ഇപ്പൊ ഇന്റെ അടുത്ത് ഇഷ്ടമുള്ള ആദ്യമൊക്കെ ഞാൻ കരയായിരുന്നു. ഇപ്പൊ ഞാൻ പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചൂടെ. ചെരുപ്പുകളൊക്കെ എന്റെ കുറെ ചെരുപ്പുകളും ഷൂകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പുറത്തൊക്കെ പോയി വന്ന അപ്പൊ തന്നെ ഞാൻ ഡ്രസ്സ് ഊരിന് മുന്നേ തന്നെ ആ ഷൂ തുടച്ചപ്പോ തന്നെ അതിൽ പെട്ടിലേക്ക് നേരെ എടുത്ത് വെക്കും. അങ്ങോട്ടെ പിന്നെ അതിന് എത്ര ചെരുപ്പ വാങ്ങാറിയോ തന്നെ ഞങ്ങൾ ചൂടാവും. ആ ചെരുപ്പ് ഇപ്പൊ ഞങ്ങള് പോത്തീസിക്ക് ഒരു പ്രൊമോഷന് പോയപ്പോ അവിടേക്ക് 2 ചെരുപ്പാണ് മറ വാങ്ങി. അത് ഇനിയിപ്പോ കാണുന്നില്ല. എടുത്ത് വെക്കും. എനിക്ക് അത് അങ്ങനെ ഇപ്പൊ ഞാൻ ഉണ്ടാക്കി മുറിക്കുന്ന കട്ടർ അത് അവിടെ വെച്ചാൽ അവിടെ കാണണം. അപ്പൊ വാച്ചിന്റെ എനിക്ക് വാങ്ങിയ ചെരുപ്പായാലും ഞാനൊന്നും സൂക്ഷിക്കില്ല. അതുകൊണ്ട് ഏട്ടൻ തന്നെ അതൊക്കെ തുടച്ച് പെട്ടിയിലാക്കി സൂക്ഷിച്ചു. ഓക്കെ, ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കൊഞ്ചിക്കുട്ടി ആരാണ്? ഞാൻ. ആണോ? പൊന്നു എന്നല്ലാതെ വേറെ വല്ല പേരുകളും വിളിക്കാറുണ്ടോ? ഇല്ലല്ല, പട്ടി തെണ്ടി. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഏട്ടൻ അപ്പൊ ആദ്യം ഞാൻ മുത്തുമണി വിളിക്കും. അതാദ്യം ഇപ്പൊ കുട്ടികളെ വിളിക്കും, മുത്തുമണിന്ന് വിളിക്കും. ഓക്കെ, കുട്ടിയല്ല. ഇനി അടുത്തത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഏറ്റവും സെൻസിറ്റീവ് പേഴ്സൺ ആരാ? ഞാൻ. ചേട്ടൻ അങ്ങനെ പെട്ടെന്ന് വിഷമാവില്ല അല്ലേ? ഇല്ല, എനിക്ക് അങ്ങനെ വിഷമം ഞാൻ കാണിക്കില്ല. ഞാൻ ഒറ്റയ്ക്ക് വരുന്ന കാര്യം. ഓക്കെ, അടുത്തത് പ്രണയം തുറന്നു പറഞ്ഞത് ആരാണ് ആദ്യം? അത് ആൺകുട്ടികൾ തന്നെ ആയിരിക്കും. ഏതൊരു പെൺകുട്ടിനെ പെട്ടെന്ന് ആദ്യം ഇഷ്ടം പറയുന്നത് ആൺകുട്ടികൾ തന്നെയാണ്. കൂട്ടത്തിലെ മടിയൻ ഓർ മടിച്ചി? അത് ഞാൻ തന്നെ. ചേട്ടനാണ് പങ്ക്ച്വൽ, ചേട്ടനാണ് മടിയൻ. പക്ഷെ ഭയങ്കര മടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ചോറ് കഴിക്കും. അപ്പൊ അത്ര അവിടെ ഇരിക്കും, ഞാൻ എടുക്കില്ല. അയക്കും മടിയുണ്ട്. പിന്നെ എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല.
അതെന്തറിയോ ഞാൻ മറ്റേ ഇത്രയും കാലം ഞാൻ കുറെ എല്ലാ കാര്യം ഞാൻ ചെയ്തത്. പക്ഷെ ഇപ്പൊ എന്താണെന്ന് അറിയില്ല, എനിക്ക് നല്ല മടിയാണ്. അതൊരു എക്സ്ക്യൂസ് അല്ല സുജി. ഇപ്പൊ ഞാൻ അളിയന്റെ വീട്ടിലേക്ക് പോകുമ്പോഴേ, അളിയന്റെ വീട്ടിലൊക്കെ ഞാൻ പിന്നെ ചെക്കന്മാരൊക്കെ പോയി അവിടെ താമസിക്കും ആ വീട്ടില്. അപ്പോഴും ഞാൻ അവിടെ നിന്നിട്ട് കുഞ്ഞോളെ ഇങ്ങനെ വിളിക്കും, ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അപ്പൊ അവിടെ അമ്മ ഉണ്ട്, ജയമ പറയും സുജി വന്നു കഴിഞ്ഞാൽ മറ്റേ കുഞ്ഞു ഒരു 10,000 വട്ടം വിളിക്കുന്നു. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഞാൻ. എനിക്ക് ഇവിടെ ആകുമ്പോ ഇവൾക്ക് അല്ലാണ്ട് വേറെ ആളുകൾ പിന്നെ ഇപ്പൊ നിക്കാൻ പറ്റൂല, കാരണം ഞാൻ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പൊന്നു 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 ഏട്ടങ്ങനെ നമ്മള് വേറെ എന്തെങ്കിലും പണി കഴിക്കാം, 4 ഏട്ടൻ വിളിച്ചു പൊന്നൂസേ ഞാൻ പറയട്ടെ ഇങ്ങനെ ഒരു പണിയില്ല. എന്നാലും ഞാൻ വരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസമായിട്ട് 1000 വട്ടം ഏട്ടനെ വിളിക്കും. എല്ലാത്തിനും വിളിക്കും. അമ്മയെ വിളിക്കും. ഇപ്പൊ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മനെ വിളിക്കും. അമ്മനൊക്കെ കെടുക്കാൻ സമ്മതിക്കും. നമ്മളൊരു 10 കെടുക്കാൻ സമ്മതിക്കില്ല ഏട്ടെ. പിന്നെ അവരിന്റെ ഫുൾ ടൈം ഉണ്ടാവും. ഞാൻ ഇവിടെ പോകുമ്പോൾ അവരുണ്ടാവില്ല, അപ്പൊ അവരുണ്ടായിരിക്കും കൂടെ. ആരെ വിളിക്കും. ഓക്കെ, നിങ്ങളെ രണ്ടാളിലും ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത് ആരാ? കുഞ്ഞു കള്ളം കേട്ടോ. പിടിക്കാറുണ്ടോ? ഓ ഇഷ്ടമല്ല. റീസെന്റ് ആയിട്ട് പിടിച്ച കള്ളം എന്തായിരുന്നു? കോമഡി പരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഏട്ടങ്ങനെ പറയും. അപ്പൊ ഇപ്പൊ ഏട്ടന്റെ കാര്യം അറിയോ, നമുക്കൊരു കള്ളം പറഞ്ഞാൽ നമ്മളിപ്പോ കുറെ കാര്യം കാണാൻ തുടങ്ങി. ഇവര് സൗണ്ട് മാറി, അവര് ടോൺ മാറി നമുക്ക് മനസ്സിലാവും പറയുന്നത് കള്ളാണ് സത്യമാണോ എന്ന്. പക്ഷെ ഇവർക്ക് പൊട്ടന്മാർക്ക് അത് മനസ്സിലാവും. മറ്റേ ഏതെങ്കിലും ഇപ്പൊ ഓളെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടായിരുന്നു. എന്റെ പെങ്ങൾ ഇപ്പോഴാണ് 8th പഠിക്കുമ്പോ അതൊക്കെ ഓൾക്ക് അറിയും പറഞ്ഞ. പക്ഷെ എന്ത് കാര്യങ്ങളും അത് പെട്ടെന്ന് കുഞ്ഞിന്റെ പെങ്ങള് കണ്ടുപിടിക്കും എന്റെ കാര്യത്തിൽ നിന്ന്. അങ്ങനെ കുറെ പെട്ടെന്ന് പിന്നെ ഏട്ടന്റെ കൂടെ സ്ഥിരമായിട്ട് നിൽക്കുന്നവർക്ക് ഏട്ടന്റെ കടത്തിനെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഏട്ടന്റെ സംസാര രീതി മാറി കഴിഞ്ഞാൽ ഏട്ടന്റെ രീതികൾ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഏട്ടന് മനസ്സിലാവില്ല, അത് നമുക്കറിയാൻ പറ്റും. പറയട്ടെ, അത് ഓളെ ടൈമല്ലേ. പാർട്ട്ണറിന്റെ ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം രണ്ടാളും പറയണേ. എന്റെ ഇഷ്ടം ആദ്യം ഏട്ടൻ പറയും. ഓള് ഞാൻ പറഞ്ഞൊക്കെ ചെയ്യും, അതൊക്കെ ഇഷ്ടമാണ്. എല്ലാം അത് ശരിക്കും പറയാം കേക്കട്ടെ. അല്ല ഒന്നുമില്ല, ഇപ്പൊ അത് ഏറ്റവും കൂടുതൽ അതാണ്. ഇപ്പൊ ഞാൻ സത്യം വിചാരിക്കാറുണ്ട് ഏട്ടാ എന്നോട് പറയില്ല അതൊന്നും. പറയണം, മുഖത്തേക്ക് നല്ല കാര്യല്ലേ, അപ്പൊ സന്തോഷാവും. കണ്ട പൊൻചേച്ചി അവിടെ മുണ്ടേക്കിട്ട് എന്നോട് പറയില്ല. എന്റെ ഫ്രണ്ട്സിനോട് പറയും അവൾക്ക് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഞാൻ ഓളെ തല്ലുണ്ട് അതുണ്ട് പ്രശ്നങ്ങളെന്നല്ല, എനിക്കിനെ സ്വയം അറിയുന്നത്. ഞാൻ പിന്നെ ഒരു ചെരുപ്പ് കഴുകില്ല. അപ്പൊ ചിലര് പറയും ഓള് 2 കൊടുക്കുക, അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കില്ല. പക്ഷെ മടി ഉണ്ട്, അതെന്താ ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ എന്റെ ചെരുപ്പ് അമ്മയൊക്കെ ചെരുപ്പുകളും പറഞ്ഞാണ്, അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് വിടും ഞാൻ. അപ്പൊ അമ്മന്നെ അത് കുളിക്കാൻ കയറുമ്പോ അമ്മയൊക്കെ ചെരുപ്പ് കഴുകി കൊടുന്ന് വെക്കും, അല്ലെങ്കിൽ ഇവള് അത് കൈ കൊടുന്ന് വെക്കും. ഇതിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കും. അപ്പൊ അതാണ് ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവം. പൊൻചേച്ചി പറയൂ. എനിക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ കെയറിംഗ് എന്നല്ല. ഇപ്പൊ എന്നെ എന്താണ് വീട്ടിൽ നിന്ന് ഞാൻ വരുമ്പോല്ലേ ഞാൻ കുറച്ചിങ്ങനെ ചബ്ബിയായിട്ട് ഇങ്ങനെ മണത്തരുത്. ഇവിടെ വന്നിട്ട് ഞാൻ ഭയങ്കര ക്ഷീണിച്ചിങ്ങനെ കുറച്ച് മെലിയൊക്കെ ചെറുതായിട്ട് അങ്ങനെ പറയും. എന്താണ് നിന്നെ നിന്റെ വീട്ടിലൊക്കെ കണ്ട് എന്ത് പറയും, നീ എൻ്റെ അടുത്ത് വന്ന് ക്ഷീണിച്ച് പറയും. അപ്പോൾ എന്താ പറയുക, നീ എപ്പോഴും മണത്ത് നല്ല ആക്റ്റീവായിട്ട് ഇരിക്കണം, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കരുത്, അങ്ങനെ കേട്ടങ്ങനെ പറയും. ഇങ്ങനെ എപ്പോഴും നീ പ്ലസന്റ് ആയിട്ടിരിക്കണം, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ അതൊക്കെ എനിക്ക് ഇഷ്ടം. കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പിന്നെ അതുപോലെ ഞാൻ ഇവിടെ എന്റെ ആക്സറീസ് ഒക്കെ ഓക്കെ ആണോ, പെർഫെക്റ്റ് ആണോ. എനിക്ക് വാച്ചിനോടൊക്കെ നല്ല ഇതുണ്ട്. അപ്പൊ ഇവിടെ പോകുമ്പോ ഞാൻ ഇപ്പൊ പുറത്തേക്ക് കമ്മലിടില്ല, ഒന്നും ഇടില്ല. എവിടെയെങ്കിലും പോകുമ്പോ നമ്മൾ അതായത് സ്ഥലത്ത് പോകുമ്പോ അതിന്റേതായ രീതിക്കായിരിക്കണം. അപ്പൊ ഞാന് നല്ല വാച്ചോള് അതൊക്കെ ഇങ്ങനെ അതൊക്കെ നിർബന്ധമാണ്. വാച്ച് കാര്യങ്ങള് ചെരുപ്പ് ഞാൻ നന്നായിട്ട് ഒരുങ്ങി നടക്കുന്നത് ഇഷ്ടമാണ്. ചെരുപ്പമ്മയൊക്കെ ചളിയൊക്കെ എനിക്കൊന്നും ഇഷ്ടമല്ല. ഇപ്പൊ വെള്ള ഷൂ ഒക്കെ വാങ്ങിയാൽ ഷൂ ഒക്കെ ചളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അതൊക്കെ എന്റെ വീട്ടിൽ എന്റെ ഉണ്ടായിരിക്കും കുറെ ഷൂ ഒക്കെ ഉണ്ട്, അവർക്കൊന്നും ഇഷ്ടമല്ല. അതങ്ങനെ വൃത്തിയായിട്ട് അങ്ങനെ ഇരിക്കണം. ഞാനിപ്പോ നമ്മൾ ഇടയ്ക്ക് ഇറങ്ങാൻ പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞാൽ ഏട്ടനെ അടിമുടി നോക്കും ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അടിയാവും കാറിൽ ഇരുന്നിട്ട്. പെങ്ങളിപ്പോ ചെരുപ്പ് ഒരു വൃത്തിയില്ലെങ്കിൽ അപ്പൊ പറയും മാറ്റി, അല്ലെങ്കിൽ അല്ലെ കൈ വാടില്ലെങ്കിൽ ഏട്ടൻ പറയും, മോതിരില്ലെങ്കിൽ അതിന് പറയും. ഇപ്പോൾ ഞാൻ മല്ലിട്ടിട്ടില്ല, അത് പേടെ ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നു. അല്ല ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കില്ല, വീട്ടിലിരിക്കുമ്പോ അങ്ങനെ പുറത്ത് പോകുമ്പോ മറ്റൊരാൾ നോക്കുമ്പോ ഇതായിരിക്കണം, നല്ലതായിരിക്കും. അതിപ്പോ ഞാൻ എന്തായാലും അതുപോലെ ഇതായിട്ടിരിക്കണം. അവളെന്നല്ല ഇപ്പൊ പെങ്ങളാണെങ്കിലും അത് റെഡി ആയിട്ടിരിക്കണം. വെരി സ്വീറ്റ്. ഇനി അടുത്തത് പാർട്ട്ണറിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത സ്വഭാവം. പൊട്ട സ്വഭാവം. പെട്ടെന്ന് ദേഷ്യം വരാം, അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം. ചേട്ടൻ പറയും. പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട്. അതെന്താ ചോദിച്ചാൽ അതല്ല ചേച്ചി പൊൻചേച്ചിയിൽ ഇഷ്ടമില്ലാത്ത സ്വഭാവം. എന്തിനും പറഞ്ഞതപ്പൊ ചെയ്യില്ല. ഇതെന്താ രണ്ട് മാറ്റി പറയാം. ഇഷ്ടമുള്ള സ്വഭാവം പറഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യും. അതല്ല അങ്ങനല്ല. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാൽ എന്തെങ്കിലും ഇപ്പൊ ഞാൻ കാട്ടിൽ വല്ല തുണികളൊക്കെ കിടക്കണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പത്തിന് ചെയ്യില്ല. ഇപ്പൊ ഞാൻ കുളിക്കാൻ കയറുന്നത് ഒരു വട്ടം എന്നല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞുതരാം,
ഇപ്പൊ ഞാൻ ഒരു 24 ദിവസം ഞാൻ ഇവിടെ ഉണ്ടാകുന്നില്ല വീട്ടില്. ഞാനൊരു ഓൾ കേരള ഒരു ഇത് പോയിണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ഉണ്ട് ഞാൻ ഫോണ് കുത്തിക്കണ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അതായത് 2-3 ഫോണുണ്ട്. അപ്പൊ ഫോണ് കുത്തിക്കണോടെ തന്നെ അതിനുള്ളൊരു സാധനം അതിന്റെ ഇതൊക്കെ കുത്തിക്കണേ. അവിടെ വന്നപ്പോ അവിടെ ഫുള്ള് പൊടി, അവിടെ ഫുള്ള് പൊടി. അത് മീൻസ് പറയാ അതൊന്നും നോക്കാറുണ്ടാവില്ല, ചിലപ്പോ അത് പറയാതെ ചെയ്യില്ല. എനിക്കിങ്ങനെ പറയണ നമ്മൾ പറഞ്ഞ അപ്പൊ ചെയ്യും, പറയാതെ ചെയ്യില്ല. ഇപ്പൊ നമ്മൾ റൂമിൽ ഞാൻ കടക്കാനൊക്കെ ഇപ്പൊ മുഖ്യവിടെയൊക്കെ വല്ല പൊടിയോ വല്ല സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞാൽ ചെയ്യട്ടെ, ചെയ്തില്ലെന്നല്ല. പൊടി അങ്ങനെ ഉദ്ദേശിച്ചല്ല. ഇപ്പൊ ഡ്രസ്സുകള് കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ തന്നെ ഞങ്ങളെ വീഡിയോസിൽ കമന്റ്സ് ഉണ്ട്, ആ മറ്റേ വീടിന്റെ ഉള്ളിൽ വൃത്തിയില്ല. അപ്പൊ കുട്ടികളുള്ളതുകൊണ്ടാണ് കളിപ്പാട്ടങ്ങളും. പിന്നെ ചെക്കന്റെ സ്വഭാവം എന്നറിയോ, എത്ര പുതിയ സാധനം വാങ്ങിക്കൊടുത്താലും അവന് കളിക്കില്ല. അവന് ആ തൊടി കിടക്കണ വല്ല ആണിയോ കല്ലൊക്കെ പറിക്കോടെ വീടിന്റെ ഉള്ളിൽ. ഇപ്പൊ TV വാങ്ങിയപ്പോ അതൊക്കെ അമ്മ കൊണ്ടുവന്ന് തൊടിയിൽ തരണം, അതൊക്കെ കൊണ്ടുപോയിട്ട് വീടിന്റെ ഉള്ളിൽ കൊണ്ടേക്കും. അപ്പൊ വെള്ളം മറ്റേ 2 ടെൻസിന്റെ അതൊക്കെ ഇവള് കുറെ കളയുന്നു, അതൊക്കെ വാങ്ങിക്കൊടുന്ന് അവിടെ വെക്കും. ഞാൻ എടുത്ത് വിളിച്ചേർന്ന അപ്പൊ കാര്യം അപ്പൊ കാര്യം അങ്ങനെ ഇരിക്കും. അപ്പൊ എനിക്ക് പെട്ടെന്ന് അപ്പൊ ഞാൻ പറയുന്നത് അല്ലാണ്ട് കുറെ കാര്യമൊന്നുമില്ല. ഓക്കെ, പാർട്ട്ണർ തന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട മറക്കാൻ പറ്റാത്ത ഒരു സർപ്രൈസ്? ചേട്ടൻ എന്തെങ്കിലും തന്നുണ്ടോ ചേച്ചി? അത് പെട്ടെന്ന് പറഞ്ഞത് ഞാൻ ഇതുപോലെ ഇന്ത്യയിൽ 2-3 ബേക്ക് കാണുന്ന സമയത്ത് മറ്റേ അപ്പൊ ഞാൻ ഇതുപോലെ ബേക്കറിന് അവിടെ ഒരു കോട്ട് ഒരു ജാക്കറ്റ് ഇതുപോലെ പെരുന്തൽമണ്ണെന്ന് നോക്കി. അപ്പൊ അതിക്ക് വലിപ്പം എന്തോ ഒരു പ്രശ്നം, അതെനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്തോ ഒരു കാര്യത്തിന് ഈ യൂട്യൂബൊക്കെ സമയത്ത് തന്നെ അപ്പൊ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ നോക്കി വെച്ചു വാങ്ങാന്ന രീതിയിൽ ചെയ്തു. പിന്നെ ഒരു 6 മാസം 7 മാസം കേട്ട എന്റെ ബർത്ത്ഡേ ആ സമയത്ത് ഇവിടെ എനിക്കത് തന്നു. എനിക്ക് ഭയങ്കര ഇതായി പെട്ടെന്ന് കണ്ടപ്പോ. കാരണം അത് ഇവിടെ എന്റെ കൂട്ടുകാരനെ വിളിച്ച് ആ സാധനം അതെന്റെ സൈസ് ആ സാധനം ഇപ്പോഴും ഇല്ലുണ്ട്. കാരണം ഏട്ടൻ അന്ന് ഇത് കണ്ടിട്ട് ഏട്ടൻ പറഞ്ഞു എനിക്ക് നല്ല ജാക്കറ്റ് ആണ് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം എടുക്കാൻ പറ്റില്ല, എന്താ കാരണം സൈസ് ഇല്ലാണ്ട് എന്തോ അറിയില്ല, എന്തായാലും പൈസ ഇല്ലാണ്ടല്ല. അപ്പൊ ഞാനപ്പോ എന്റെ ഫ്രണ്ടിന്റെ ഷോപ്പിൽ നിന്ന് ഏട്ടനപ്പോ കണ്ടത്. അപ്പൊ ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു. അപ്പൊ അത് യൂട്യൂബിലെ വീഡിയോ ഉണ്ട് ഞങ്ങളെ സമയത്ത്. കാരണം ഞാൻ പെട്ടെന്ന് പൊട്ടിച്ചപ്പോ എനിക്കത് അത് കണ്ടപ്പോ അത് ഭയങ്കരതായി. അതാണ് തന്നിട്ട് അതെനിക്ക് ഭയങ്കരതായി. ബാക്കിയുള്ള കാരണം ഇപ്പൊ എന്താ പറയാ, ഞാൻ എന്ത് വാങ്ങുമ്പോ ഞാൻ പിന്നെ വീട്ടിലെ പെണ്ണു അപ്പൊ എന്ത് വാങ്ങുമ്പോഴും അത് ഞങ്ങള് സംസാരിച്ചപ്പോ ഞാൻ വാങ്ങുമ്പോഴൊക്കെ അത് അമ്മയുടെ അടുത്തോ പെങ്ങളുടെ അടുത്തോ അളിയൊക്കെ കൂടി ചോദിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാനൊരു ഫോൺ വാങ്ങുകയാണെങ്കിൽ ഞാൻ അളിയനും ഞാനൊരു വെസ്പ വാങ്ങി ഇവൾക്ക് വാങ്ങിട്ട്. പക്ഷെ വണ്ടി വാങ്ങിയ ശരിക്കും ഇവളെ വിടാൻ പേടിയാവുക, ഓടിക്കണറിയാം. പക്ഷെ പിന്നെ എനിക്ക് പേടി മറ്റേ വണ്ടിയുമ്പോ വിടാന്. ഞാൻ ഏട്ടനെ ഡബിൾ വെച്ച് പോയിട്ട് പക്ഷെ എന്നാലും പോയി വിടില്ല. ഓക്കെ, വണ്ടി മൂണേ അത് ഓക്കെ. ഇനി അടുത്തത് ഭാര്യ ഉണ്ടാക്കുന്നതിൽ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് പറഞ്ഞു. ഞാൻ ഡെയിലി വെറൈറ്റി ഉണ്ടാക്കും. കാരണം സ്കൂളിൽ പോകുമ്പോൾ ഡെയിലി ഒരു സാധനം ഉണ്ടാക്കും. എക്സാമ്പിൾ ഓരോ റൈസ് ഇന്നിപ്പോ ഞാൻ ഉണ്ടാക്കിയത് ലെമൺ റൈസ്. കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഡെയിലി ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും. എനിക്കതിന്റെ പേരൊന്നറിയില്ല, ഇവിടെ കൂടുതൽ ഏട്ടാറുമ്പത്തിനും അതൊന്നും കഴിക്കും. നല്ല രുചിയാണ്. ആ കുഴപ്പമില്ല. ചെറിയത് 2 ദിവസം വയറും ഹോസ്പിറ്റലിൽ മറ്റേ ബ്രെഡ് ചീസ് ലോഡഡ് ബ്രെഡ് അതില് ഞാനും ഓനും മറ്റേ 3 പാടെ ഫുഡ് പോയിസൺ വന്നു. ഒന്നും സംഭവിച്ചില്ല. മിഞ്ഞാന്നല്ല ഞാൻ ഉണ്ടാക്കി തന്നത്. മിഞ്ഞാന്നൊരു കോഴിമുട്ട പൊട്ടി അതിന്റെ ഉള്ളിൽ ഒരു കുട്ടി. ചിലതൊക്കെ കുഴപ്പമൊന്നുമില്ല. ആദ്യം ഇവിടെ വരുമ്പോ കുക്കിംഗ് ഒന്നും അറിയില്ല. ഞാൻ ഇവിടെ വന്നിട്ട് അവിടെ ചായ ഉപ്പിട്ടു പണ്ട് ഓർമ്മല്ലേ ആ വീട്ടിലേക്ക് സമയത്ത് ഇവിടെ കുറമല്ല പെങ്ങള് വരട്ടെ അപ്പോഴേ അറിയില്ല ശരിക്കും. എന്തായാലും പെങ്ങളും കൂടി ഇരുത്തിട്ട് എപ്പിസോഡ് നമ്മൾ എടുക്കുന്നുണ്ട്. ഞാൻ ചിരിച്ചൊരു വഴിയായിട്ടോ. അപ്പൊ എന്തായാലും മല്ലു ഫാമിലിന്റെ ലവ് സ്റ്റോറി നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അദ്ദേഹം കുടുംബസ്ഥനായ കഥ കേൾക്കാം. പക്ഷെ അതിലെനിക്ക് അമ്മയും കൂടി വേണം. നമുക്ക് അമ്മയും കൂടി വിളിച്ചിട്ട് വരാം അല്ലേ? ഓക്കെ.